കരുമാലൂർ പഞ്ചായത്തിനെ നിരീക്ഷണ വലയത്തിലാക്കി ഇമച്ചിമ്മാതെ കരുമാലൂർ പദ്ധതിക്ക് തുടക്കമായി. 40 CCTV ക്യാമറകളുടെ സ്വിച്ച് ഓൺ ജില്ലാ കളക്ടർ NSK ഉമേഷ് നിർവഹിച്ചു. കരിമാലൂർ പഞ്ചായത്തിനെ നിരീക്ഷണ വലയത്തിലാക്കുന്ന ഇമച്ചിമ്മാതെ കരിമാലൂർ പദ്ധതിക്ക് തുടക്കമായി. പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളായി സ്ഥാപിച്ച 40ഓളം CCTV ക്യാമറകളുടെ സ്വിച്ച് ഓൺ പഞ്ചായത്ത് ഓഫീസിൽ നടന്ന ചടങ്ങിൽ വെച്ച് ജില്ലാ കളക്ടർ NSK ഉമേഷ് നിർവഹിച്ചതോടെ പഞ്ചായത്ത് ആവിഷ്കരിച്ച പ്രധാന പദ്ധതികളിലൊന്ന് യാഥാർത്ഥ്യമായി. ഒരു വളരെ സേഫ് ആൻഡ് സെക്യൂർ കരുമാലൂർ ആകാനുള്ള ഭാഗമായിട്ടാണ് പൊതുസ്ഥലങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും CCTV ക്യാമറയുടെ ഒരു ഉദ്ഘാടനം, അതിന്റെ കൺട്രോൾ റൂം എല്ലാം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. CCTV ഒരു സ്റ്റഡി പറയുന്നത് എവിടെയെല്ലാം CCTV ഉണ്ടോ അവിടെ ക്രൈംസ്, അവിടെ ഇല്ലീഗൽ തിങ്സ് എല്ലാം നാച്ചുറലി അത് പറയും. ആരെങ്കിലും ഒരാൾ നിരീക്ഷിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ നമ്മൾ കുറച്ചുകൂടി കെയർഫുൾ ആവും. നമ്മൾ ഒരു ക്യാമറ ഉണ്ടെന്ന് അറിയുമ്പോൾ നമ്മൾ ഇരിക്കുന്നതും ക്യാമറ ഇല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്നതും വേറെ വേറെയാണ്. ഞാൻ കളക്ടറായിരിക്കുമ്പോൾ ഇലക്ഷൻ സമയത്ത് CCTV ചേമ്പർ അകത്ത് വെക്കണം, അത് നിർബന്ധമാണ്. ആ സമയത്ത് ഞാൻ ഭയങ്കര സ്റ്റിഫായിട്ടിരിക്കും. ബിക്കോസ് എല്ലാവരും പുറത്തു നിന്ന് ആരെങ്കിലും കാണണം ഞാൻ ഇരിക്കുന്നത്. ബിക്കോസ് ഇലക്ഷൻ സമയത്ത് അത് കമ്പൽസറിയാണ്. പക്ഷെ ബാക്കി സമയത്ത് കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ടിരിക്കാം. ഒരു കളക്ഷന് തന്നെ എങ്ങനെയാണെങ്കിൽ ജനങ്ങൾ എല്ലാവർക്കും CCTV വെക്കുമ്പോൾ അതിന്റെ ഒരു ഇമ്പാക്ട് തീർച്ചയായിട്ടും വേസ്റ്റ് മാനേജ്മെന്റ് മാത്രമല്ല, വേസ്റ്റ് മാനേജ്മെന്റ് ഒരു എയിമാണ്. ഒരു സേഫ് ആൻഡ് സെക്യൂർ എല്ലാവർക്കും, കുട്ടികൾക്ക്, സ്ത്രീകൾക്ക്, പ്രായമായവർക്ക് എല്ലാവർക്കും ഒരു സുരക്ഷിതമായ ഒരു സമൂഹം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ പ്രോജക്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ മാലിന്യമുക്ത നവകേരളത്തിന്റെ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഹരിത സ്കൂൾ, ഹരിത അംഗൻവാടി, ഹരിത അയൽക്കൂട്ടം എല്ലാം ഇന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. ഇതെല്ലാം മാർച്ച് 2025 ഒരു ഹരിത പഞ്ചായത്തായിട്ട്, ഒരു അഗ്രികൾച്ചറിന് ഇത്ര ഫോക്കസ് കൊടുക്കുന്ന ഒരു നല്ല പഞ്ചായത്തായിട്ട് ഇത് ഒരു മാറി ഒരു പുതിയ കരുമാലൂരാണ് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് പിന്തുണ നൽകുന്ന പ്രിയപ്പെട്ട പ്രസിഡന്റ്, ശ്രീലത, വൈസ് പ്രസിഡന്റ് എല്ലാവരെയും ഞാൻ ജനങ്ങളുടെ പേരിലും എന്റെ പേരിലും ഞാൻ അഭിനന്ദിച്ചു കൊള്ളുന്നു. പഞ്ചായത്തിലെ 20 വാർഡുകൾ കേന്ദ്രീകരിച്ചും ആലുവ പറവൂർ പ്രധാന പാതയിൽ ആനച്ചാൽ മുതൽ പഞ്ചായത്ത് വരെയുള്ള ഭാഗത്തും പറവൂർ അത്താണി റോഡിൽ മാഞ്ഞാലി ജംഗ്ഷനിലടക്കം ക്യാമറകൾ പ്രവർത്തനം തുടങ്ങി. ക്യാമറകൾ പ്രവർത്തിപ്പിക്കുന്നതിന് പഞ്ചായത്തിനെ സഹായിച്ച കടയുടമകളെയും വീട്ടുടമകളെയും ചടങ്ങിൽ വെച്ച് കളക്ടർ അനുമോദിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലത ലാലു അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ജോർജ് മേനാച്ചേരി സ്വാഗതം പറഞ്ഞു. ഈ 7ാം വാർഡുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നികുതിയും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുഴപ്പമാണ്. അതൊരു മിനി വകുപ്പാണ്. അത് ചില കാലഘട്ടങ്ങളിൽ സംഭവിച്ചു പോയിട്ടുള്ള വിഷയമാണ്. ഇദ്ദേഹം അതിന് മുൻകൈ എടുക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എത്രയും പെട്ടെന്ന് അതൊന്ന് തീർത്ത് അവിടുത്തെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുകയും അതോടൊപ്പം തന്നെ പുറമ്പോക്കായി കിടക്കുന്ന സ്ഥലങ്ങൾ ഗവൺമെന്റിന്റെ അധീനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് അങ്ങനെയുള്ള ഈ അവസരത്തിൽ പഞ്ചായത്തിന് വേണ്ടി, വില്ലേജിന് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. പിന്നെ ഞങ്ങളിവിടെ പരമാവധി മാലിന്യം പിടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട MCF അതിന്റെ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന് ആവശ്യപ്പെടുന്നുണ്ട്. ഞങ്ങൾക്കത് തന്നിട്ടുണ്ട്. എത്രയും വേഗം നിങ്ങളുടെ കയ്യിലേക്ക് എത്തത്തക്ക ഒന്ന് ആക്സിലറേറ്റ് ചെയ്ത് തന്നെന്ന് അതും ഈ അവസരത്തിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ VP അനിൽകുമാർ, ഷഹന, പഞ്ചായത്ത് അംഗങ്ങളായ ബീന ബാബു, മുഹമ്മദ് മെഹ്ജൂബ്, റംല ലത്തീഫ്, സൂസൻ വർഗീസ്, ദിൽഷ, അബ്ദുൽ സലാം, ജിജി അനിൽകുമാർ, ശ്രീദേവി സുധി, മോഹൻകുമാർ, TA മുജീബ്, GV പോൾസൺ, KA ജോസഫ്, KM ലൈജു, അയ്യപ്പൻ, സബിത നാസർ, മഞ്ജു അനിൽകുമാർ, പഞ്ചായത്ത് സെക്രട്ടറി TK സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത്. എന്നാൽ രാത്രിയിലും പകലും ഒരുപോലെ പ്രവർത്തിക്കുന്ന ക്യാമറ കണ്ണുകൾ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും ഒപ്പിയെടുക്കും. മാർച്ച് മാസത്തോടെ പഞ്ചായത്ത് ആകെ ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലത ലാലു പറഞ്ഞു. കരിമാലൂർ ഗ്രാമപഞ്ചായത്ത് 2022-23 അതോടൊപ്പം തന്നെ 23-24 സാമ്പത്തിക വർഷത്തെ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കരിമാലൂർ പഞ്ചായത്തിന്റെ വിവിധ ഇടങ്ങളിൽ, അതായത് എല്ലാ വാർഡുകളിലും CCTV ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കാനാണ് ഈ ഒരു പദ്ധതി വിഭാവനം ചെയ്യുന്നത്. നമുക്ക് എവർക്കും അറിയാവുന്ന പോലെ തന്നെ സർക്കാരിന്റെ നവകേരള സൃഷ്ടിയുടെ മാലിന്യമുക്ത നവകേരളം എന്ന ക്യാമ്പയിനാണ് ഇതിനെല്ലാം പ്രചോദകമായിട്ടുള്ളത്. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ക്യാമറകൾ സ്ഥാപിക്കുന്നത് മാലിന്യം സ്ഥിരമായി വലിച്ചെറിയുന്ന ഇടങ്ങൾ കണ്ടെത്തി ആ പ്രദേശങ്ങളിലാണ് നമ്മൾ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും മാലിന്യം വലിച്ചെറിയുന്ന ആളുകളെ കണ്ടെത്തുകയും തക്കതായ പിഴയടക്കം പഞ്ചായത്തിൽ അടപ്പിക്കുന്നതിനും കഴിഞ്ഞു പോകുന്നുണ്ട്. ഈ ഒരു പ്രവർത്തനം
വരുന്ന ആളുകളിൽ കൂടുതൽ പ്രദേശങ്ങളിൽ ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് കരുമാലൂർ ഗ്രാമപഞ്ചായത്ത് നടത്തുന്നത്.